കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് CPM നേതാക്കൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ എന്നിവരാണ് RSS പ്രവർത്തനെ വധിച്ച കേസിലെ പ്രതി ശ്രീജിത്തിന്റെ വീട്ടിലെത്തിയത്. ചടങ്ങിന് TP ചന്ദ്രശേഖരൻ, കൊലക്കേസ് പ്രതി മുഹമ്മദ് ഷാഫിയും എത്തി. നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്നാം പ്രതിയായ ശ്രീജിത്ത്. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കൊലക്കേസ് പ്രതിയുടെ വീട്ടിലത് BJP പ്രവർത്തകന്റെ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയുടെ വീട്ടിലാണ് ഗൃഹപ്രവേശന ചടങ്ങിൽ CPMലെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം TP കൊലക്കേസ് പ്രതിയുമുണ്ട്. എപ്പോഴായിരുന്നു ഈ ചടങ്ങ്? കഴിഞ്ഞ ദിവസമാണ് ഈ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത്. വടക്കുംപാട് നിഖിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കന്നോളി സ്വദേശി, വടക്കുംപാട് കന്നോളി സ്വദേശി ശ്രീജിത്ത്, അദ്ദേഹത്തിന്റെ വീടിന്റെ പ്രവേശന ചടങ്ങായിരുന്നു, ഗൃഹപ്രവേശന ചടങ്ങായിരുന്നു. ആ ചടങ്ങിലേക്കാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ, TP കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ശിക്ഷ അനുഭവിക്കുന്ന KK മുഹമ്മദ് ഷാഫി തുടങ്ങി ആളുകളൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ പാർട്ടി കൊലയാളികൾക്കൊപ്പമല്ല എന്നുള്ള കൃത്യമായ നിലപാട് പറയാറുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞൊരു ഘട്ടം കഴിയുമ്പോൾ അതെല്ലാം മാറുകയും സ്വാഭാവികമായും ഈ പ്രതികൾക്ക് ഒപ്പം തന്നെ മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ TP കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ നടക്കുകയും ആ വിവാദങ്ങളുടെ ഭാഗമായി അത്തരത്തിൽ പരോൾ അനുവദിച്ചതിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള P ജയരാജൻ തന്നെയാണ് ഈ പരിപാടിയിലും പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 2008 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2008 വടക്കുംപാട് വെച്ച് ലോറിയിൽ ക്ലീനറായിരുന്ന നിഖിലിനെ അവിടെ നിന്നും വലിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. അതിൽ CPM പ്രവർത്തകരായിട്ടുള്ള 5 പേർക്കെതിരെ കോടതി ശിക്ഷാ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ശ്രീജിത്ത് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നയാളാണ്. നിലവിൽ പരോളിൽ ഇറങ്ങുകയും വീടിന്റെ പ്രവേശന ചടങ്ങുമായി എത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കളൊന്നും തന്നെ മുതിർന്നിട്ടില്ല എന്നുള്ളതും ഈ സമയത്ത് വളരെ ശ്രദ്ധേയവുമാണ്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.